ഷെയർ ചെയ്യുന്നത് അവലപ്പമാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം പച്ചരി, ഇതേ കണക്കൊരു കപ്പിൽ, ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചോറ് എടുത്തിരിക്കുകയാണ് ഈ അവലപ്പത്തിന് അരയ്ക്കാൻ വേണ്ടി. ഈ അളവിലെ കപ്പിലാണ് ഞാൻ 3 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് ചോറും, പിന്നെ ഇത് 1 പിടിയാണ്, അതുപോലെ 2 ഹാൻഡ്ഫുൾ അവലും. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, 1 ടീസ്പൂൺ, ഇതൊരു ടീസ്പൂൺ ഈസ്റ്റാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ജാറിൽ കുറച്ച് പച്ചരി, അരയ്ക്കാൻ ആവശ്യമായ പച്ചരി ഇട്ട് കൊടുക്കാം. ഇപ്പം 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പം കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് ഈ അരച്ച മാവ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും അപ്പമൊക്കെ ആട്ടുമ്പോൾ ഒരു വലിയ പാത്രം വേണം വയ്ക്കാനാണെങ്കിൽ ഈസ്റ്റൊക്കെ ഇടുമ്പോൾ അത് പൊങ്ങി വരും. ബാക്കിയിൽ നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം. ഇത് 2 പിടി അവലാണ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് അരി, ചെറിയ ചാറായിട്ട് മൊത്തത്തിൽ അരയിട്ട് കുറച്ച് അരി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അവല് വെച്ച് അരച്ച അരിയാണ് നന്നായിട്ട് പേസ്റ്റ് കണക്ക് അരഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് വെക്കാം. ബാക്കി കുറച്ച് പച്ചരിയും കൂടെ ഉണ്ട്, അരച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഈ പാത്രത്തിലോട്ട് എടുത്ത് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടി എടുക്കണം. ഇതിന് 4 ടേബിൾ സ്പൂൺ എടുക്കാനുള്ളൂ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് അതിന് കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് കപ്പി കാച്ചി എടുക്കുകയാണ്. എപ്പോഴും നേർത്ത് വേണം വെള്ളം വെക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കയറി കുറുകിപ്പോവും, കട്ട പിടിക്കാതെ. ഇപ്പോൾ ഇത് നന്നായിട്ട് കാച്ചിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിശ്രിതം നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തണുക്കണം, തണുത്തിട്ട് വേണം ആ മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പം കട്ടിയൊന്നും ആയിട്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഇതേ കണക്കിരിക്കണം. നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ കപ്പി കാച്ചിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട്. നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ്. ഈ മാവ് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളവും കൂടി പോരുത്. ഇപ്പം നന്നായിട്ട് കലക്കിയിട്ടുണ്ട്, ഒരു തരി പോലും ഇല്ല, നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് അടച്ച് ഒരു 6-7 മണിക്കൂർ വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം ഇത് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണം അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര
ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ അടച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സോഡയൊക്കെ ഇട്ട് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്കിത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുക്കാം. വീണ്ടും എണ്ണ തിളപ്പിച്ചിട്ട് ചൂടായി തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നോക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീണ്ടും എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത അവലപ്പം. ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് കോക്കനട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞ ആ അളവിൽ മാത്രമേ നിങ്ങൾ ചേർക്കാവുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.